രാമചന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അയാളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭീതി ഉറഞ്ഞുകൂടി. അല്പനേരം മുന്നേ കണ്ട ഒരു ദുസ്വപ്നം, ചോരയിൽ കുതിർന്ന ഒരു ശരീരവും അത് കൊത്തിവലിക്കുന്ന 2 കഴുകന്മാരും, അത് അയാളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. മോളെ, രാമചന്ദ്രന്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. രാമചന്ദ്രന്റെ ശബ്ദം കേട്ട് സീതയും ഉയർന്നിരുന്നു. വിയർത്ത് അവശനായിരിക്കുന്ന അയാളെ കണ്ട് സീത ഭയന്നുപോയി. അയ്യോ, എന്തു പറ്റി രാമേട്ട? അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ പെട്ടെന്ന് ചെന്നൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അയാൾക്ക് കൊടുത്തു. ഒപ്പം ബിപിക്കുള്ള ഗുളികയും ഒരെണ്ണം പൊട്ടിച്ചു കൊടുത്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ സീത മെല്ലെ ചോദിച്ചു, എന്താ കാര്യം? മോളെ ഓർത്താണോ? അതെ, ഒരു സ്വപ്നം കണ്ടു. തീരെ നല്ലതല്ലായിരുന്നു. നല്ലാത്തതൊന്ന്. ഒന്നുമില്ല രാമേട്ട, അവരുടെ അടുത്തല്ലേ. ടെൻഷൻ കൊണ്ട് ഓരോന്ന് വിചാരിച്ചു കൂട്ടുന്നത് ഇതൊക്കെ. നമ്മുടെ മോൾ സേഫ് ആയിരിക്കുമെന്നേ. നമുക്ക് നാളെ രാവിലെ അത്തടം വരെ ഒന്ന് പോവാം, പോരെ? രാമചന്ദ്രൻ തെളിച്ചമില്ലാതെ ഒന്ന് ചിരിച്ചു. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കുറെ നേരം എതിർത്തെങ്കിലും മെല്ലെ തന്റെ കൈകൾ ദുർബലമാകുന്നത് തീർച്ചയറിഞ്ഞു. ചെന്നായിക്കൂട്ടത്തിന് നടുവിൽപ്പെട്ട മാൻപേടയെ പോലെയായിരുന്നു അവളപ്പോൾ. അന്ന് രാത്രി മുഴുവൻ അവർ 2 പേരും മാറി മാറി അവളെ ഭോഗിച്ചു. ഒരു മരപ്പാവയെ പോലെ തീർത്ത കിടന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ മാത്രമായിരുന്നു അവളിൽ ജീവനുണ്ടെന്നുള്ളതിന് തെളിവ്. മോളെ, മോളെ! മുത്തശ്ശിയുടെ വിളിയാണ് തീർത്ഥയെ ഓർമ്മകളുടെ കയത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. അവൾ തൻ്റെ മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി. താൻ കരഞ്ഞോ? ഏയ്, കണ്ണീരൊക്കെ എന്നേ പറ്റിയതാ. വരുത്തി തീർത്ത പുഞ്ചിരിയോടെ അവൾ മുത്തശ്ശന്റെ മരുന്നിന്റെ കുറുപ്പടിയുമായി പുറത്തേക്കിറങ്ങി. ജയ് പറയുന്നതൊക്കെ കേട്ട് അവളുടെ കാതിൽ ഈയമുരുക്കി ഒഴിച്ച പോലെ അടഞ്ഞു. അവൾ പാഞ്ഞു ചെന്ന് അവന്റെ ദേഹത്ത് ആഞ്ഞു ചവിട്ടി. അവൻ ചവിട്ടിന്റെ വേദനയിൽ ഒന്ന് ഞരങ്ങി. ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൈകൾ അഴിച്ചിട്ടിടിക്കടി. അങ്ങനെ പുണ്യവതിയാവല്ലേ. നിനക്കും അവളെ വേണ്ടത് ഫിസിക്കൽ നീഡ്സിനല്ലേ. നമുക്കൊരുമിച്ച് അവളെ. അവൻ പെട്ടെന്ന് അലറി. അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൾ അടുത്തിരുന്ന തോക്കുകൊണ്ട് അവന്റെ മുട്ടിന് താഴെ ഷൂട്ട് ചെയ്തിരുന്നു. മിണ്ടരുത് നായേ. അവളോട് എനിക്കുള്ളത് വെറും ഫിസിക്കൽ അട്രാക്ഷൻ അല്ല. അവളായി ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടന്നതാ അവളെ. അവൾ ഒരിക്കലും അംഗീകരിക്കില്ലെങ്കിൽ പോലും ശരിയാ, അവളുടെ ശരീരത്തോട് ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അത് അവളോടുള്ള പ്രണയത്തിൽ നിന്നും ഉണ്ടായതാണ്. അല്ലാതെ എന്ന് കരുതി നിന്നെ പോലെ ഞാൻ അവളെ വേദനിപ്പിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പുണ്യാത്മാവൊന്നുമല്ല. തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട്. അതിൽ വെന്തുരുകുകയാണ് ഞാൻ, ഒന്ന് തുറന്നു പറയാൻ പോലും ആവാതെ. പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതിനുള്ള മനഃശക്തി നേടുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒരു ശാപമോക്ഷത്തിന് വേണ്ടിയുള്ള, ഒരുപക്ഷെ ഒരിക്കലും അവസാനിക്കാനിടയില്ലാത്ത വ്യർത്ഥമായ കാത്തിരിപ്പ്. എല്ലാത്തിനും ഒടുവിൽ ഞാനത് സ്വയം മോക്ഷം നേടും. പക്ഷേ നീ അവളെ, അയാളെ ഞാൻ കാണുന്നുണ്ട്, നിന്റെ തന്തേ. നീ എന്നെ കൊന്നാലും അങ്ങേരെ ഒരു പുല്ലും ചെയ്യില്ല. ഒരു ചെറുവിരൽ അനക്കാനാവില്ല നിനക്ക് എൻ്റെ അച്ഛൻ്റെ നേർക്ക്. നമുക്ക് കാണാടാ. ആദ്യം നിന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട്. അവൾ മുന്നോട്ട് വന്നു. അവൾ കയ്യിലിരുന്ന മൂർച്ചയുള്ള കത്തിയെടുത്ത് അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആദ്യം ഞൊടിയിടയിൽ അവൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ്റെ പ്രാണൻ പോകുന്ന പട്ടിലുള്ള അലർച്ച അവിടെ മുഴങ്ങി. നീ ഇനി എത്ര നിലവിളിച്ചാലും ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ഇതിൻ്റെ ഒരു 10-20 കിലോമീറ്ററിനുള്ളിൽ മറ്റൊരു എലിക്കുഞ്ഞു പോലുമില്ല. മുറിഞ്ഞു കിടക്കുന്ന തൻ്റെ ആൺമ കണ്ട് അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അവൾ മെല്ലെ അവൻ്റെ ഓരോരോ വിരലുകളായി അറുത്തു മാറ്റാൻ തുടങ്ങി. പച്ച മാംസത്തിലൂടെ ഇരുമ്പ് കയറുന്ന വേദന അവൻ അറിഞ്ഞുകൊണ്ടേയിരുന്നു. സർവശക്തിയും എടുത്ത് ജയ് കുതറി അലറി വിളിച്ചു. അവൾ ചെവിയിലൊന്ന് വിരലിട്ട് കറക്കി. എന്തൊച്ചയാടോ ഇത്? ഒന്ന് പതിയെ നിലവിളിച്ചൂടെ? അവൻ അവളെ ചെവി പൊളിച്ചു പോകുന്ന ചീത്തകൾ വിളിച്ചുകൊണ്ടേയിരുന്നു. അവൾ നേരെ ചെന്ന് വായ വലിച്ചു തുറന്ന് നാവിനെ വലിച്ചു പിടിച്ച് അറുത്തുമാറ്റി. എന്നിട്ടവൾ സമാധാനത്തോടെ എല്ലാം കൈകാലുകളിലെ വിരലുകളും മുറിച്ചെടുത്തു. എന്നിട്ട് ഒരു സർജിക്കൽ ബ്ലേഡ് കൊണ്ട് അവന്റെ ശരീരത്തിലെ തൊലി മുഴുവൻ ഉരിഞ്ഞെടുത്തു. എങ്ങനെയുണ്ട് ഇപ്പൊ? കയ്യിലെയും കാലിലെയും വിരൽ മുറിച്ചെടുത്തേ വേദനയൊക്കെ മാറിയില്ലേ? അവൻ രക്തമൊക്കെ വാർന്ന് അവശനായിരുന്നു. അപ്പോഴേക്ക് ക്ഷീണിച്ചോ? സാരമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കാം.
അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂടിന് മുകളിലെ തുണിവിരിപ്പെടുത്തു മാറ്റി. എന്നിട്ട് ആ മുറി പൂട്ടി പുറത്തിറങ്ങി. കയ്യിലെ റിമോട്ടിൽ അമർത്തിയതും ആ കൂട് തുറന്ന് 2 ആചാനബാഹുക്കളായ നായ്ക്കൾ പുറത്തേക്ക് വന്നു. രക്തത്തിന്റെ ഗന്ധം കിട്ടിയതും അവ ജയ്യുടെ നേർക്ക് ചാടി വീണു. അവന്റെ പ്രാണൻ പോകുന്ന നിലവിളി മെല്ലെ നേർത്തു വന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുഴുവൻ ശാന്തമായി. അവൾ കയ്യിലിരുന്ന തോക്കുകൊണ്ട് ആ 2 നായ്ക്കളെയും വകവരുത്തി. അവൾ അകത്ത് കയറി നോക്കുമ്പോൾ എല്ലുകൾ മാത്രമാണ് ശേഷിച്ചിട്ടുള്ളത്. വൈകുണ്ഠത്തിൽ ജയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും മഠത്തിൽ തറവാടിലേക്ക് അവന്റെ കാർ പാഞ്ഞു കയറി. അവൻ നോക്കുമ്പോൾ അനന്യ നല്ല ഉറക്കമാണ്. കൊച്ചുകുട്ടികളെ പോലെ കൈകൾ കവിളിൽ വെച്ചുറങ്ങുന്ന അവളെ കണ്ട് അവന് ചിരി വന്നു. ഏയ് എഴുന്നേറ്റ്, സ്ഥലം എത്തി കേട്ടോ. അവൾ കൈകാലുകൾ വലിച്ച് മൂരി നിവർത്തി. അപ്പോഴാണ് തന്നെ ചിരിയോടെ നോക്കിയിരിക്കുന്ന രഞ്ജുവിനെ അവൾ കാണുന്നത്. ചമ്മലോടെ കൈകൾ താഴ്ത്തി. ഇറങ്ങിക്കോ. അവൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഒപ്പം അവളും. അപ്പോഴേക്കും മുന്നിലെ കൽത്തളത്തിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നവരുടെ ശ്രദ്ധ അവരിലേക്ക് മാറിയിരുന്നു. രഞ്ജു മുന്നിലേക്ക് നടന്നു. അവന്റെ ഇടതുവശം ചേർന്ന് അവളും നടന്നു. അവരുടെ കൈകൾ തമ്മിലൊന്നുരസിയപ്പോൾ അവന്റെ ഇടം കൈയിലെ നാഗമുദ്ര പതിച്ച ചരടിലേക്ക് അനന്യയുടെ വലം കൈയിലെ ചരട് കുടുങ്ങി. പെട്ടെന്ന് അവന്റെ ചെവികളിലായി ആരോ എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. രഞ്ജു പെട്ടെന്ന് മുട്ടുകുത്തി കുനിഞ്ഞിരുന്നു. അവൻ തലയിൽ കൈകൾ അമർത്തി. അവൻ ആ തലയ്ക്കുള്ളിൽ പൊള്ളുന്നത് പോലെ തോന്നി. എന്താ പറ്റിയത്? അനന്യ പരിഭ്രമിച്ചു. ഏയ് ഒന്നുമില്ല. അവൾ അവന്റെ ചുമലിൽ കൈകൾ അമർത്തിയപ്പോൾ ആ താപം തന്നിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് പോലെ അവന് തോന്നി. അവൻ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നടന്നു. അവൻ അറിയാതെ പൃഥ്വിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു നിന്നു. അപ്പോഴും ആ സ്വരം അവന്റെ ചെവിയിലായി മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ആർദ്രമായി. അതേസമയം അങ്ങ് ദൂരെ ആ 2 അസ്ഥിത്തറകൾക്ക് മുന്നിൽ കത്തിച്ചു വെച്ച കെടാവിളക്കുകൾ കൂടുതൽ തിളക്കത്തോടെ ആളിക്കത്തി. അപ്പോഴേക്കും ഹർഷനും ഭദ്രയും ജ്വാലയുടെ ഫ്ളാറ്റിൽ നിന്നും തിരികെ ഹർഷന്റെ വില്ലയിലേക്ക് പോയിരുന്നു. ഹർഷം എന്ന പേരിലെ ആ വില്ല അവൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തപ്പോൾ അവനുള്ള രഞ്ജുവിന്റെയും ദിവാകറിന്റെയും സമ്മാനമായിരുന്നു. ഭദ്ര ഒരു കുഞ്ഞു കുട്ടിയുടെ കൗതുകത്തോടെ എല്ലാം നോക്കിക്കാണുന്നത് ഹർഷൻ ചിരിയോടെ നോക്കി നിന്നു. മുന്നേ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഭദ്ര അവന്റെ വില്ല നേരിട്ട് കാണുന്നത്. അവൻ കിച്ചണിലേക്ക് കയറി ചായക്ക് പാല് തിളപ്പിക്കാൻ സമയം വെച്ചു. വൈകുന്നേരമായിരുന്നു. ഭദ്ര കുറച്ചു മുന്നേ വാങ്ങിയതിൽ നിന്നും ഒരു പലാസോയും ടീഷർട്ടും എടുത്ത് കുളിക്കാനായി കയറി. അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ ചായ ഇട്ടു വെച്ചിരുന്നു. തലയിൽ തോർത്തും കെട്ടി അവൾ വരുന്നത് കണ്ട് ഹർഷൻ ചായ എടുത്ത് ഒരു കപ്പിൽ പകർന്ന് ഭദ്രയ്ക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി മെല്ലെ കുടിക്കാൻ തുടങ്ങി. ഭദ്ര, ഇനിയിപ്പോൾ എന്താ നിന്റെ പ്ലാൻ? എനിക്കറിയില്ല ഹർഷ. മുൻപ് വധശ്രമത്തിന് ജയിലിൽ കിടന്ന് എനിക്ക് ആരും ജോലി തരില്ല. പിന്നെ എൻ്റെ വക്കീൽ ലൈസൻസും ക്യാൻസൽ ചെയ്തു ബാർ കൗൺസിൽ. സോ അതും മാത്രമല്ല ഞാനിപ്പോ അവൾ വാക്കുകൾക്കായി പരതി. കുറ്റബോധമാണോ ഭദ്രേ നിനക്ക്? ഹർഷൻ അവളെ നോക്കി. അതേന്ന് ഞാൻ പറയൂ. കാരണം എടുത്തു ചാടി ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല ഹർഷ. ആ നിമിഷത്തിൽ ഐ ജസ്റ്റ് ലോസ്റ്റ് മൈ മൈൻഡ്. അത് കഴിഞ്ഞു ഭദ്രേ. ഒട്ടേറെയുള്ള മിസ്സിംഗ് കേസുകളിൽ ഒന്നായി ഇത് മാറും. വീണ്ടും എന്നെ വിട്ട് ജയിലിലേക്ക് തിരികെ പോവാനാണ് ഭാഗമെങ്കിൽ ഞാനും കൂടെ വരാവും ഹർഷ. അവൻ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. മെല്ലെ അവന്റെ ചുണ്ടുകൾ അവളുടെ കണ്ണുകളിലൂടെ ഒഴുകി നീങ്ങി അവളുടെ നനുത്ത ചുണ്ടുകളെ പുൽകി. ഭദ്രയുടെ കണ്ണുകളും നിറഞ്ഞു. ഹർഷ, ഭദ്ര, എനിക്ക് നിന്നെ പൂർണ്ണമായി സ്വന്തമാക്കണം ഇപ്പോൾ. അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ ഭദ്രയെ കൈകളിലെടുത്ത് മുറിയിലേക്ക് നടന്നു. അവൻ അവളിലേക്ക് അമർന്നു. ആലസ്യത്താൽ ഇരുവരും വിവശരായി. ഭദ്ര ആ നിമിഷത്തേക്ക് മറ്റെല്ലാം മറന്ന് അവനിലേക്ക് ചേർന്നു. ചുംബനങ്ങളിലൂടെ, തലോടലുകളിലൂടെ, ഒടുവിൽ വിയർപ്പെറ്റിയ ശരീരത്തോടെ അവർ ഒന്നായി ഒഴുകി.